Hi students, welcome to the last session of our topic matrices. In this topic, we will discuss some problems on inverse of a matrix using elementary operations. Let's go to the topic. Find inverse of A equal to 3, 10, 2, 7. Okay, as usual, we have A equal to IA. A means 3, 10, 2, 7. 1, 0, 0, 1 into A. Okay. This is identity matrix using row operation. What is the See, 3 is 1. Yes. On the end, subtract 3 minus 2. 1. Row 1 gives row 1 into 1 by 3. That's the operation. Row 1 into 1 by 3. 1 by 3 ഉണ്ട് first one complete multiply ചെയ്യുന്നു. അപ്പോൾ എന്താ വരിക? Second row change ഒന്നും ഉണ്ടാവില്ല. Row 1 എന്താവും? 1 by 3 കൊണ്ട് multiply ചെയ്യുന്നു. 3 into 1 by 3 1, 10 into 1 by 3 10 by 3. 1 10 by 3. ഇവിടെയോ 1 by 3 കൊണ്ട് multiply ചെയ്യുമ്പോൾ 1 by 3 0. Correct അല്ലേ? ഇത് 1 item. ഇനി അടുത്തത് 1 ആയി ആ കോളത്തിലുള്ള ബാക്കി എലമെന്റ് 0 ആക്കി മാറ്റണം. ശരിയല്ലേ? ഇത് 0 ആക്കി മാറ്റണം. എങ്ങനെ? ഇതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്. ഓക്കെ, എങ്ങനെ ചെയ്യാത്? ഈ റോനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് R2 ഗേവ്സ് R2 മൈനസ് 2 ഇൻറ്റു R1. നമ്മൾ ഇവിടെ മാത്രമേ പോയിന്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി ഓട്ടോമാറ്റിക്കലി എല്ലാം ചേഞ്ച് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ എന്താ വരിക? സി ഫസ്റ്റ് റോ അവിടെ തന്നെ ഉണ്ട്, സെക്കൻഡ് റോ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. എന്താവും? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ 2 ഇൻറ്റു 1 2 മൈനസ് 2 0. ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 10 by 3 ഇൻറ്റു 2 7 മൈനസ് 10 by 3 ഇൻറ്റു 2 7 മൈനസ് 20 by 3 ദാറ്റ് ഈസ് 21 by 3 ഈസ് യെസ് അല്ലേ? വേണമെങ്കിൽ ആ ഓപ്പറേഷൻ നമുക്ക് നോക്കാം അല്ലേ? എന്താ? 2 gives 2 minus 2 into 1. 7 gives 7 changes to 7 minus 2 into 10 by 3. That is 1 by 3. And 0. 0 എന്താവും? അപ്പോൾ ആദ്യത്തെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു അല്ലേ? 0 1 by 3. Then 0 changes to 0 minus 2 into 1 by 3. Minus 2 by 3. അതുപോലെ 1. 1 changes to 1 minus 2 into 0 1. Okay. Then 0 1 by 3 ആയി. അടുത്തത് minus 2 by 3 1. കറക്റ്റ് അല്ലേ? യെസ്. ശ്രദ്ധിക്കാം. അടുത്തത് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഇവിടെ സെക്കൻഡ് റോ സെക്കൻഡ് കോളം സെക്കൻഡ് കോളത്തിലെ എലമെന്റ് 1 by 3 അതെന്താക്കണം? 1 ആക്കി മാറ്റണം. അത് 1 ആക്കണം. എന്ത് ചെയ്യണം? ആ റോയിനെ 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ അല്ലേ? സോ R2 ഗേവ്സ് 3 ഇൻറ്റു R2. എന്താ സംഭവിക്കുക? ഫസ്റ്റ് റോ അതുപോലെ ഉണ്ടാവും അല്ലേ? ദെൻ ഇവിടെ 0 ആണ്. 0 ഇൻറ്റു 3 ദെൻ 0 ഇറ്റ്സെൽഫ്. ഇവിടെ ആകുമ്പോൾ 1 by 3 ആണ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആവും. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ആവും. സോ മൈനസ് 2 3 ഇത്രയും കിട്ടിയിരിക്കുന്നു. ഇനി ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. എന്താണ്? 1 ആക്കി ആ കോളത്തിലുള്ള ബാക്കി എലമെന്റ് 0 ആക്കുക. അതായത് 10 by 3 0 ആക്കുക. നമുക്ക് കിട്ടുന്ന ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, എന്ത് ചെയ്യാം? ഇതെങ്ങനെ 0 ആക്കുക? അതായത് സെക്കൻഡ് റോയിൽ 1 ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഇവിടെ 10 by 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ നിങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 കിട്ടിക്കോളും. അതായത് R1 ഗേവ്സ് R1 മൈനസ് 10 by 3 ഇൻറ്റു R2. ഇവിടെ 10 by 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ നിങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. നോക്കാം എന്ത് കിട്ടും. സേ ദിസ് R1 ഗേവ്സ് R1 മൈനസ് 10 by 3 ഇൻറ്റു R2 അല്ലേ? 1 എന്താവും? 1 gives 1 minus 10 by 3 into R2 element 0. Then 1. 10 by 3 എന്താവും? 10 by 3 gives R1 10 by 3 minus 10 by 3 into
R2 element 1 ആണ് 1 then 0 കിട്ടിക്കഴിഞ്ഞു 0 അല്ലേ then 1/3 എന്താവും 1/3 this 1/3 റൈറ്റ് ഹാൻഡ് സൈഡിലെ 1/3 എന്താവും 1/3 മൈനസ് 10/3 ഇൻറ്റു -2 ദാറ്റ് ഈസ് 7 0 എന്താവും 0 മൈനസ് 10/3 ഇൻറ്റു 3 ദാറ്റ് ഈസ് -10 അപ്പോൾ 7 ആൻഡ് -10 എന്നവിടെ വരും ഓക്കെ അല്ലേ 1 0 7 -10 ഇതാണ് ഈ റോ ചേഞ്ച് ചെയ്യുക ഓക്കെ ദെൻ ഐഡൻറ്റി മെട്രിക്സ് കിട്ടി അല്ലേ ദെൻ I ഈക്വൽ ടു B ഇൻറ്റു A വാട്ട് ഈസ് B A ഇൻവേഴ്സ് സോ A ഇൻവേഴ്സ് ഈക്വൽ ടു 7 -10 -2 3 ഇതാണ് ഇൻവേഴ്സ് ഓക്കെ അല്ലേ യെസ് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് കാണുന്ന രീതിയിലാകും കുറച്ചും കൂടെ എളുപ്പമുണ്ട് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകും ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് A ഈക്വൽ ടു 2174 ഇതുപോലെ ഞാൻ ആ ഓപ്പറേഷൻസ് ഒന്നുകൂടെ ഒന്ന് സ്പീഡപ്പ് ആക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യം ചെയ്യും വി ഹാവ് A ഈക്വൽ ടു I ദാറ്റ് ഈസ് 2174 ഈക്വൽ ടു 1001 ഇല്ലേ എന്ത് ചെയ്യണം ആദ്യം ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ് 1 ആക്കി മാറ്റണം എന്ത് ചെയ്യാം ഡിവൈഡഡ് ബൈ 2 അല്ലേ R1 gives R1 into 1/2 ഇവിടെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ R2 അതുപോലെ ഉണ്ടാവും R1 ആണ് ചേഞ്ച് ആവുന്നത് എങ്ങനെയാണ് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കം 1/2 അല്ലേ ഇവിടെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 0 റെഡി ഇനി എന്ത് ചെയ്യണം ഇനി ആ കോളത്തിലെ എലമെൻറ്റ് 0 ആക്കുക ഈ 7 എങ്ങനെ 0 ആക്കുക റോ 2 ഗേവ്സ് ഈ ഫസ്റ്റ് റോനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യാം അല്ലേ റോ 2 ഗിവ്സ് റോ 2 മൈനസ് 7 ഇൻറ്റു റോ 1 ഓപ്പറേറ്റ് ചെയ്തേ റോ 2 ആണ് ചേഞ്ച് ചെയ്യുക അപ്പോൾ എന്ത് വരും ഇവിടെ 7 മൈനസ് 7 0 ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7/2 4 മൈനസ് 7/2 1/2 അടുത്ത് ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 0 മൈനസ് 7/2 ഈസ് -7/2 അതുപോലെ 1 ഓക്കെ ഇപ്പോൾ ഇവിടെ എന്തായി ഐഡൻറ്റി മെട്രിക്സ് കിട്ടിയിട്ടില്ല ഇനി സെക്കൻഡ് റോ സെക്കൻഡ് കോൾ എലമെൻറ്റ് 1 ആക്കണം 1/2 എന്നുള്ളിടത്ത് 1 വരണം എന്ത് ചെയ്യണം ആ റോനെ കംപ്ലീറ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ശരിയല്ലേ നോക്കിയേ R2 ഗേവ്സ് R2 ഇൻറ്റു 2 അപ്പോൾ എന്ത് വരും സെക്കൻഡ് റോനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ 0 1 റൈറ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു -7/2 ഇസ് -7 ആൻഡ് 2 ശരിയല്ലേ ഇത്രയും കിട്ടി ഇനി എന്ത് ചെയ്യണം 1 ആക്കിയല്ലോ ഇനി ഇത് 0 ആക്കി മാറ്റണം എങ്ങനെയാണ് 0 ആക്കുന്നത് ഇതുമായിട്ട് ഒന്ന് നോക്കിയേ ഇവിടെ 1 ആണ് ഇവിടെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ നിങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യാം ദാറ്റ് ഈസ് R1 gives what R1 gives R1 minus 1/2 into R2 ഇവിടെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ നിങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യും അല്ലേ അപ്പോൾ എന്താ വരിക റോ 1 ആണ് ചേഞ്ച് ആവുക റോ 2 അതുപോലെ ഉണ്ടാവും റോ 1 ഇത് 1 തന്നെ ആയിരിക്കും അല്ലേ ഇവിടെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1/2 മൈനസ് 1/2 0 ഇവിടെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/2 മൈനസ് -7/2 വിച്ച് ഇസ് 4 ഇവിടെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 0 മൈനസ് 1 ഇസ് -1 കറക്റ്റ് അല്ലേ ഇപ്പോൾ എന്ത് കിട്ടി ഐഡൻറ്റി മെട്രിക്സ് കിട്ടി I ഈക്വൽ ടു B എന്നുള്ള ടൈപ്പ് കിട്ടി സോ വാട്ട് ഈസ് B ഇറ്റ് ഈസ് A ഇൻവേഴ്സ് ഇതാണ് A ഇൻവേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് A ഇൻവേഴ്സ് ഈക്വൽ ടു B ഈക്വൽ ടു 4 മൈനസ് 1 മൈനസ് 7 2 ഓക്കെ ഇതാണ് പ്രോബ്ലം ഒരു പ്രോബ്ലം കൂടി നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം ശ്രദ്ധിക്കാം ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് A 6 2 minus 1 0 so we have A equal to IA 6 2 minus 1 0 1 0 0 1 A first row change ചെയ്യുന്നു R1 into 1/6 1/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ റോ ചേഞ്ച് ഫസ്റ്റ് റോ ചേഞ്ച് ചെയ്യുന്നു എന്താവും is become 1 1/3 റൈറ്റ് ഹാൻഡ് സൈഡിൽ 1/6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/6 0 ഓക്കെ അല്ലേ ഇനി എന്ത് ചെയ്യണം ഇത് 0 ആക്കണം
ഈ എലമെൻറ്റ് സീറോ ആക്കണം. എങ്ങനെ? റോ 2 ഗീവ്സ്, ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി, റോ 2 പ്ലസ് റോ 1 അല്ലേ. സോ ഇറ്റ് ബിക്കം 0, 1/3, ആഡ് ചെയ്യുമ്പോൾ 1/6 ആൻഡ് 1. ഈസിയാണ്. ഇനി സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിൽ എലമെൻ്റ് ആയ 1/3 1 ആക്കണം. എങ്ങനെ? You multiply the second row by 3 അല്ലേ. So R2 gives R2 into 3. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0 അവിടെ 1/3 into 3 1 അല്ലേ. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ is 1/2 ആൻഡ് 3. കറക്റ്റ് അല്ലേ? യെസ്. ഇനിയോ ഈ എലമെൻറ്റ് സീറോ ആക്കണം. ദാറ്റ് ഈസ് R1 gives R1 minus 1/3 into R2. So clearly it become that 0. Corresponding changes right hand side ഉണ്ടോ? കാൽക്കുലേഷൻ ശ്രദ്ധിക്കുക. ഇപ്പം I equal to B എന്ന് കിട്ടിക്കഴിഞ്ഞു. Then A inverse equal to B. പ്രോസസ്സ് ശരിക്ക് ശ്രദ്ധിക്കുക. That is inverse is 0 minus 1 and 1/2 3. ഓക്കെ, ഇത്രയും നമ്മൾ 2/2 ആണ് ചെയ്തത്. മാത്രമല്ല റോ ഓപ്പറേഷൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സാധാരണ എക്സാമിന് യൂസിങ് ഫൈൻഡ് ഇൻവേഴ്സ് യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. റോ ഓപ്പറേഷനോ കോളം ഓപ്പറേഷനോ ചെയ്യാം. ബെറ്റർ റോ ഓപ്പറേഷനാണ്. യെസ്, 2/2 ആണ് ഇത്രയും ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കൊരു 3/3 ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാമെങ്കിൽ ഫൈൻഡ് എ ഇൻവേഴ്സ് ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 0 1 2 1 2 3 3 1 1. ഓപ്പറേഷൻസ് നിങ്ങൾ കറക്റ്റ് ന്യൂമറിക്കൽ ഓപ്പറേഷൻസ് ശരിക്കും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. സി we have A equal to IA and A is 0 1 2 1 2 3 3 1 1 and identity matrix into A. ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെൻറ്റ് ഇത് 1 ആക്കണം. അവിടെ അത് 0 എന്നുള്ളത് 1 ആക്കുക എന്ന് പറഞ്ഞാൽ ദേശം ബുദ്ധിമുട്ടാണ്. പക്ഷെ പ്രശ്നമില്ല, നമ്മൾ ഇതുവരെ ഈ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ആദ്യം പറഞ്ഞ ഓപ്പറേഷൻ ഇൻ്റർചേഞ്ചിങ് എനി ടു റോ ഓർ എനി ടു കോളം. ഇവിടെ നമുക്ക് റോ 2ഉം റോ 1ഉം ഈസി ആയിട്ട് അങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാം. റോ 2ഉം റോ 1ഉം. അപ്പം എന്തായി? റോ 1ൽ ഫസ്റ്റ് എലമെൻറ്റ് 1 ആയിട്ട് മാറും. ബാക്കി എന്തെങ്കിലും സംഭവിച്ചോട്ടെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ, അത് വിഷയമല്ല. ശരിയല്ലേ? അപ്പോൾ നോക്കി ചേഞ്ച് ആയി. 0 1 2 എന്നുള്ളത് സെക്കൻഡ് റോ ആയിട്ട് മാറി. 1 2 3 എന്ന സെക്കൻഡ് റോ ഫസ്റ്റ് റോ ആയിട്ട് മാറി. കറസ്പോണ്ടിങ് ചേഞ്ചസ് റൈറ്റ് ഹാൻഡ് സൈഡിലും വന്നു. ഓക്കെ അല്ലേ? ഇനി ഇത് 1 ആയല്ലോ. ആ കോളത്തിലുള്ള ബാക്കി എലമെൻറ്റ് 0 ആക്കണം. ഓൾറെഡി ഇവിടെ ഒരു 0 ആയി. ഇനി 3 ഇത് മാത്രമേ 0 ആക്കണ്ടൂ. എന്ത് ചെയ്യാം? റോ 3 ചേഞ്ച് ചെയ്യണം. റോ 3 0 ആക്കി മാറ്റണം. അത് റോ 1ആയിട്ട് തന്നെ ഡിപ്പെൻഡ് ചെയ്യണം അല്ലേ. എന്താവും? റോ 3 ഗീവ്സ്, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ ഓപ്പറേഷൻ വരിക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3 - 3 0. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 6 1 - 6 -5. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ 9 1 - 8 9 - 8. ഓക്കെ അല്ലേ? അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 0 - 0 0. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3 0 - 3 -3 ആൻഡ് 1. ഓക്കെ അല്ലേ? യെസ്. ഇനി ചെയ്യേണ്ടത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം എലമെൻറ്റ് 1 ആക്കുക എന്നല്ല. ഓൾറെഡി അത് 1 ആണ് അല്ലേ. ദെൻ ഇനി ചെയ്യേണ്ടത് ആ കോളത്തിലുള്ള ബാക്കി 2 എലമെൻറ്റ് 0 ആക്കുക എന്നുള്ളതാണ്. എന്ത് ഓപ്പറേഷൻ ഉപയോഗിക്കാം? R1 ഗേവ്സ് അല്ലേ. ഇതന്നെ ഈ എലമെൻറ്റ് 1 ആയിട്ട് തന്നെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്ത് 0 ആക്കാവുന്നതാണ്. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ നിന്ന് കൂടെ സബ്ട്രാക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് R1 ഗീവ്സ് R1 - 2R2 ഇല്ലേ. R1 ആണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിച്ചോണം. ഇവിടെ ചേഞ്ച് ഇല്ല, 1. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 - 2 ഇവിടെ 0 ആയി. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ 4 3 - 4 -1. അപ്പോൾ 1 0 -1. ഇവിടെ അതുപോലെ കറസ്പോണ്ടിങ് ചേഞ്ചസ് നോക്കിയേ, -2 1 0 എന്നായിട്ട് ചേഞ്ച് ആവും. ഓപ്പറേഷൻ ശരിക്കൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ എലമെൻ്റ് കൂടെ 0 ആക്കുക. എങ്ങനെ 0 ആക്കാം? റോ 2 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് റോ 3 ചേഞ്ചസ് ടു റോ 3 + 5 റോ 2. കറക്റ്റ് അല്ലേ? അപ്പോൾ റോ 3 ചേഞ്ച് ആവും. നോക്കൂ, റോ 1 റോ 2 അതുപോലെ ഉണ്ട്. ആൻഡ് റോ 3 ചേഞ്ചസ് ടു റോ 3 + 5 റോ 2 അല്ലേ. ദെൻ എന്തായിട്ട് മാറും? ഇത് 0 0 2 ആവും അല്ലേ. കാൽക്കുലേഷൻ ശരിക്കും ശ്രദ്ധിക്കുക. ഇവിടെ എന്താവും?
റോ 3 0 ആണ്. 0 ആയിട്ട് എന്തായിട്ട് മാറും? 0 പ്ലസ് 5 ഇൻറ്റു മൈനസ് 2, ദാറ്റ് ഈസ് മൈനസ് 10, സോറി 5, and minus 3 become minus 3 plus 5 into 0 അല്ലേ, മൈനസ് 3 ആണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ 1. ഇത്രയായി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? തേർഡ് റോ തേർഡ് കോളം 2 ആണ്, അത് 1 ആക്കി മാറ്റണം. എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഞാൻ ഈ മെട്രിക്സ് അങ്ങനെ അവിടെ കാണിക്കാം. യെസ്, ഇവിടെ ഇത് 1 ആക്കി മാറ്റണം. എങ്ങനെ? ഈ റോനെ കംപ്ലീറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റോ 3 gives, റോ 3 ചേഞ്ചസ് ടു റോ 3 into 1/2. സോ കംപ്ലീറ്റ് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ 0 0 1 ആൻഡ് 5/2 മൈനസ് 3/2 1/2. ഓക്കെ അല്ലേ? യെസ്, ശ്രദ്ധിക്കുക, 1 ആയി മാറിക്കഴിഞ്ഞു, ബാക്കിയൊക്കെ 0 ആയി. ഇനി ഈ രണ്ട് എലമെൻറ്റ് 0 ആക്കി മാറ്റാം. എങ്ങനെ? ആദ്യത് റോ 1ലെ ഈ എലമെൻറ്റ് 0 ആക്കി. എങ്ങനെയാണ്? റോ 3 ആയിട്ട് ആഡ് ചെയ്താൽ മതി ഇല്ലേ? റോ 1 gives റോ 1 പ്ലസ് റോ 3 ഇല്ലേ? യെസ്, റോ 1 ചേഞ്ച് ചെയ്യുന്നുണ്ടുള്ളൂ. 1 പ്ലസ് 0 1, ആൻഡ് ദിസ് ഇസ് 0 ആൻഡ് ദിസ് ഇസ് ഓൾസോ 0. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മൈനസ് 2 പ്ലസ് 5/2, മൈനസ് 2 പ്ലസ് 5/2, 1 പ്ലസ് മൈനസ് 3/2, ഇത് രണ്ടും ആഡ് ചെയ്യേണ്ടത്, ആൻഡ് 0 പ്ലസ് 1/2. കറക്റ്റ് അല്ലേ? നോക്കിയേ, 1/2 മൈനസ് 1/2 ആൻഡ് 1/2. റെഡി? ഇനി ഈ എലമെൻറ്റ് മാത്രമേ 0 ആക്കണ്ടൂ. എങ്ങനെ? റോ 2 ചേഞ്ചസ് ടു റോ 2 മൈനസ് എന്താണ്? 2 ഇൻറ്റു റോ 3 അല്ലേ? റോ 3 ആണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, 1 എവിടെയാണുള്ളത് അവിടെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. കറക്റ്റ് അല്ലേ? റോ 3 ചേഞ്ച് ആവുന്നുണ്ടുള്ളൂ. ദെൻ 0 1, ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ, 2 മൈനസ് 2 0. റൈറ്റ് ഹാൻഡ് സൈഡ് ശ്രദ്ധിക്കണം, അവിടെയാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 ഇൻറ്റു 5/2 5, 1 മൈനസ് 5 മൈനസ് 4. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൈനസ് 3, 0 മൈനസ് മൈനസ് 3 3. കറക്റ്റ് അല്ലേ? അടുത്തത് 1/2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 0 മൈനസ് 1/2 ഇൻറ്റു 2, ദാറ്റ് ഈസ് മൈനസ് 1. റെഡി അല്ലേ? അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി കഴിഞ്ഞു. ദാറ്റ് ഈസ് I ഈക്വൽ ടു AB ഫോം. സോറി, I ഈക്വൽ ടു BA ഫോമാണ്. I ഈക്വൽ ടു BA എന്നാണുള്ളത്, ശ്രദ്ധിക്കുക. ഓക്കെ, then clearly A inverse is 1/2 minus 1/2 1/2 minus 4 3 minus 1 and 5/2 minus 3/2 1/2. ഓക്കെ, ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് കോളം ഓപ്പറേഷൻ ചെയ്യാവുന്നതേ. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ദാറ്റ്സ് എൻഡ് ഓഫ് ദിസ് സെഷൻ. The next topic is determinants. Thank you.